ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുണ്ടല്ലോ ഏർവാടി വന്നപ്പോഴത്തേനും അവിടെ ഭയങ്കര മഴയായിരുന്നല്ലോ. ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത് പഴയ ഒരു വീഡിയോ കേട്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ തന്നെയാണ്. അപ്പോൾ ആ മഴ കഴിഞ്ഞുള്ള ഒരു സമയത്താണ് ഞാനവിടെ പോകുന്നത്. ഞങ്ങൾ പോയി കഴിയുമ്പം നമ്മുടെ തൊട്ടടുത്ത് റൂമുകാരൊക്കെ പറഞ്ഞു, കോഴിക്കോടൊക്കെ ഉള്ളവരാണ്, മലപ്പുറം ഇതുപോലെ ഏർവാടിയിൽ ഒരു സൈഡിൽ, അതായത് വാൽനോക്കം എന്ന് പറഞ്ഞ പള്ളിയിലോട്ട് പോകുന്ന വഴി കടലിൽ നിന്ന് വയലിലോട്ട് മീൻ കയറിയിട്ടുണ്ട്. ആ വെള്ളം അങ്ങനെ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ പോയാൽ മീൻ കിട്ടുന്നു. അപ്പം ഇന്നലെ രാത്രിയിൽ, അതായത് തലേന്ന് ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ തലേന്ന് ഞങ്ങൾ ഒരു പറഞ്ഞ ഒട്ടനെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ നമുക്കൊരു വാളയും പിന്നെ ഈ സിലോപ്പി മീനും കൂടെ കിട്ടി. ആ വാളയെന്ന് പറഞ്ഞാൽ ഒരു 3 കിലോ അടുത്തുണ്ടായിരുന്നു കേട്ടോ, 3 കിലോ അടുത്ത് കണ്ടുള്ളൂ. അത് കിട്ടി, ഞങ്ങളത് ഫ്രൈ ചെയ്തു. പക്ഷേ ടേസ്റ്റ് അത്ര ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അത് മൂറ്റി ഒരു സാധനമായിരുന്നു, കൊള്ളുകയായിരുന്നു, റബ്ബർ പോലെ അവിടെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം കുറച്ച് പേരെയൊക്കെ തപ്പി പിടിച്ചിട്ട് പിന്നെ ചൂണ്ടയിടാൻ പോയതായിരുന്നു. അപ്പോൾ ഈ പോകുന്ന സമയം 5 മണിയായപ്പോൾ 3:30 പോകാൻ ദിവസത്തിൽ വേറെ കിട്ടിയില്ല. പിന്നെ 2 പോയി തപ്പിയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പോയി മീനിടാൻ പോയ നിമിഷം തന്നെ ഇടുന്ന അനുസരിച്ച് മീൻ കിട്ടുന്നുണ്ട്. ഈ ഓറഞ്ച് കളറും വേറെ അപ്പുറത്തിരുന്ന ആൾ 3 മണിക്കോ 2 മണിക്കോ വന്ന അയാൾക്ക് ആവശ്യത്തിന് മീൻ കിട്ടിയെന്ന് പറഞ്ഞു. ഇത് കടലിൽ നിന്ന് കയറി കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന ആ നമ്മൾ ഊത്തവെള്ളം എന്ന് പറയും, അതാണ്. അവർ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചെറിയ കമ്പം പിടിച്ച് ഈ ചൂണ്ടയുടെ കണം ഇത്രയും താത്തിട്ടാൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമുക്ക് പക്ഷേ നമുക്ക് മീൻ കിട്ടുന്നത് ഭയങ്കര ഒരു ആഹ്ലാദമാണല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കോഴിക്കോടുകാർ വന്ന് ചോദിച്ചു ഞങ്ങളോട് മീൻ കിട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മൾ 3-4 പേരുടെ പിടിക്കാനുള്ളത് കൊണ്ട് അവർ കടലിൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയിട്ടുണ്ടോ. നമുക്ക് അത്യാവശ്യം വറുക്കാനുള്ളത് കറി വെക്കാനൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം മീൻ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും വരാനും തോന്നിയില്ല. നല്ല വെയിലും ഉണ്ട്. ഈ വെയിൽ അങ്ങോട്ട് മങ്ങാൻ തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ കണ്ണ് കാണാൻ പറ്റത്തില്ല, പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അത്യാവശ്യം മീനായിട്ടുണ്ടെങ്കിൽ പോകാമല്ലോ. പക്ഷെ മറ്റേ നിൽക്കുന്നവർക്ക് മീൻ തലേന്ന് വലയിട്ടവരാന്ന് പറഞ്ഞ് അവർക്ക് കിട്ടിയപ്പോൾ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി അവർ വന്ന് നോക്കുന്നതാണ്. അതിനാ കളയാതെ സിലോപ്പിയാണോ? നല്ല കെട്ടി ചിന്നത് കളയണ്ട. മീനൊക്കെ കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കറി വെക്കാനും വറുക്കാനും ഉണ്ടെങ്കിൽ പോകാം. അതുപോലെ ഇരട്ടുമായി. അപ്പോൾ അവർ പറയുന്നുണ്ട്, പോവുകയാണെന്ന് ചോദിച്ചു. പതിയെ പോകാവുള്ളൂ, സൂക്ഷിച്ച് പോകണമെന്നൊരു പറഞ്ഞു കേട്ടോ. നമ്മൾ റൂമിലൊക്കെ കൊണ്ടുവന്ന് മീൻ വെട്ടാനുള്ളതാണ് കിട്ടിയ മീൻ. അപ്പം ഇവരും 2 പേരും ചേർന്ന് വെട്ടാൻ ഓർത്താണ്. അവൻ ഇങ്ങനെ പതിയെ പമ്മി നിൽക്കുന്നുണ്ട്. അപ്പം ഇതിന് ചെറുമ്പൻ
മീനെല്ലാം പെട്ടെന്ന് ഞാൻ റെഡിയാക്കി തരാം. ഈ കത്രിക എടുത്ത് സൈഡ് കണ്ടിക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് മീൻ കിട്ടിയത്. നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ളത്, നമുക്ക് ഒരു ദിവസം കൊണ്ട് കൂട്ടാനുള്ളതുകൊണ്ട് വറുക്കാനുള്ളതുകൊണ്ട് നല്ലോണം മീൻ കിട്ടി. അത്ര പൊടിയുമല്ല, എന്നാൽ അത്ര വലിയ വലിയ കല്ലിന് കിട്ടിയ അത്ര വലിയ ഒരു മീനുകളൊന്നും കിട്ടിയില്ല. പക്ഷെ അത്ര വേണ്ട, അത് ടേസ്റ്റ് ഇല്ലാത്തൊരു മീനാണ്. അങ്ങനെ ഇപ്പോൾ സമയം തന്നെ 11 മണി കഴിഞ്ഞു. കാരണം ഞങ്ങൾ മീൻ പിടിച്ച് കൊണ്ടുവന്ന് പിന്നെ വെച്ചിട്ട് പള്ളിയിലെല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞാണ് ഞങ്ങളിത് മീൻ വെട്ടാനായിട്ട് നിന്നത്. അപ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞു. ചോറൂണാകുന്ന സമയം എനിക്ക് തോന്നുന്നു ഇതെല്ലാം റെഡിയായി വരുമ്പോൾ 12 മണിയായാലും ആകും. കുട്ടികൊണ്ടുള്ള പരിപാടി അവനിക്ക് പറ്റിയല്ലെന്ന് മനസ്സിലായപ്പം അറിയാം സമയങ്ങൾ പോകുന്നു. അപ്പോൾ ഉടനെ പിന്നെ കത്രിക റെഡിയാക്കി. അങ്ങനെ മീനെല്ലാം വെട്ടി ഫ്രഷാക്കി തേങ്ങാപ്പാലെല്ലാം വെട്ടി ഞങ്ങൾ കറിയും വെച്ച് അതേപോലെ കുറച്ച് മീനും വറുക്കുകയും ചെയ്തു. വറുത്തിട്ട് നമ്മൾ അടുത്തുള്ളവർക്ക് കൊടുക്കുകയും കൂടെ ചെയ്തു. കേട്ടോ, അടുത്തുള്ള റൂമുകാർ കടയിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കുന്നത്, ചോറ് വാങ്ങിച്ചത്. അപ്പോൾ മീൻ കറിയും മീൻ വറുത്തും ഒക്കെ നമ്മൾ തരാമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. കോഴിക്കോട് മണ്ടുള്ളവർ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. മീൻ പിടുത്തവും മീൻ കറിയും ഇത്രയേ ഉള്ളൂ.